ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. തീത്തോസ് 2:15. ഇത് ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. തീമോത്തിയോസിനെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചും കൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനു കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്നുള്ള വചനങ്ങളാണ്. ആരും നിന്നെ തുച്ഛീകരിക്കാത്ത തലത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതവും ഒരു ക്രിസ്തീയ ശുശ്രൂഷയും ചെയ്യുവാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്നീ വചനങ്ങൾ ഓർപ്പിക്കുകയാണ്. ഒരുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മത്തായി സുവിശേഷം 9-ാം അധ്യായം 37-38 വാക്യങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യവും വായിക്കുമ്പോൾ കാണുന്നത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കൊയ്ത്തിനു വേണ്ടി ചിലരെ പറഞ്ഞയക്കുന്നത് ആഴമായ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് പദമാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യവും വായിക്കുമ്പോൾ കിട്ടുന്നത്, കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതേണ്ട, വേലക്കാരൻ തൻ്റെ ആകാരത്തിന് യോഗ്യനാണ് എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. കർത്താവാണ് നമ്മെ വേലയ്ക്ക് വിളിച്ചതെന്നും കർത്താവാണ് നമ്മെ പോറ്റുന്നതെന്നും ഗൗരവത്തോടുകൂടി ഓർപ്പിക്കുന്ന പ്രസ്താവനകളാണ് അവിടെ കാണുന്നത്. തീമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നുണ്ടല്ലോ. ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതും നമ്മെ ഓർപ്പിക്കുന്നതും കർത്താവിൻ്റെ വേലക്കാരാണ് നമ്മളെന്നും നമ്മെ പോറ്റുന്നത് കർത്താവാണെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരാൽ തുച്ഛീകരിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം ശ്രദ്ധാലുക്കളായി ജീവിക്കണമെന്നുള്ളതാണ്. കർത്താവിൻ്റെ വേലക്കാരെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ചില നന്മകളൊക്കെ കൊടുക്കുകയും ആ നന്മകൾ വാങ്ങിക്കുന്നു എന്ന കാരണത്താൽ അവരെ പരസ്യമായും രഹസ്യമായും അപമാനിക്കുന്ന, തുച്ഛീകരിക്കുന്ന, നിന്ദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മറ്റൊരു അതിപ്രധാനമായ പദമാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. അവിടെ പറയുന്നത്, പകലന്തിയോളം അധ്വാനിച്ചവന് കൂലി കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നതായ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുമുണ്ട്. ഈ വാക്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത് കർത്താവാണ് നിങ്ങളെ വിളിച്ചതെന്നും നിങ്ങളെ പോറ്റുവാൻ ദൈവം വിശ്വസ്തനാണെന്നും ഓർത്തിരിക്കുക. നമ്മുടെ ജീവിതം കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റുള്ളവർ നമ്മെ തുച്ഛീകരിക്കാൻ ഇടവരാത്ത തലത്തിൽ നാം ജീവിക്കാൻ ഉത്സാഹിക്കുക. ആരെങ്കിലും നമ്മെ തുച്ഛീകരിക്കുന്നെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയങ്ങൾ പകർന്നുകൊണ്ട് വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ,
സത്യവചനത്തെ ലജ്ജ കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം നമ്മെ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വചനമാണ്. ആ തലത്തിൽ നമുക്ക് മുന്നേറുവാൻ സർവശക്തിയുള്ള ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, മറ്റുള്ളവർ ഞങ്ങളെ തുച്ഛീകരിക്കാത്ത തലത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഉത്സാഹിക്കണമേ. ഞങ്ങൾ നന്നായി ജീവിച്ചിട്ടും ഞങ്ങളെ നിന്ദിക്കുകയും ഞങ്ങളെ പഴിക്കുകയും ഞങ്ങളെ പരിഹസിക്കുകയും ഞങ്ങളെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ മനം മടുത്ത് ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, വിശ്വസ്തയോടെ പിന്നെയും സത്യവചനത്തെ ലജ്ജ കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.